8:30 മണി. 8:30 മണിക്ക് എല്ലാവരും ജോലി തുടങ്ങിയിരിക്കണം. ഒരു ടൈലറിന്റെ കയ്യിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഒരു കട്ടർ കൃത്യസമയത്ത് തുണി കട്ട് ചെയ്തിരിക്കണം. കട്ടർ കൃത്യസമയത്ത് തുണി കട്ട് ചെയ്ത് നൽകണമെങ്കിൽ എപ്പോഴും മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടാവണം. ഒരു സൂപ്പർവൈസറുടെ ജോലി സ്റ്റിച്ചിങ് ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നാ ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും കണ്ടെത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഈ മാസം മിനിമം 3 ലോഡെങ്കിലും കൂടുതൽ അയക്കാൻ കഴിയണം. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ തൊഴിലാളികളെ മുഴുവനും വിരട്ടി നിർത്തണം. ഒന്ന് താഴ്ന്നു കൊടുത്താൽ തലേ കയറിയിരിക്കുന്ന ടൈപ്പാ. അവരെ നോക്കി ഒരിക്കലും ചിരിക്കാൻ പാടില്ല. എപ്പോഴും നല്ല ഗൗരവത്തിലായിരിക്കണം. അവര് നമ്മളെ പേടിക്കണം. അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടും. ഇതൊക്കെ പഴയ കാഴ്ചപ്പാടാ കരുണാകരൻ സാറേ. പണ്ട് കാലത്തെ മാടപ്പിത്തരമൊന്നും ഇപ്പൊ വർക്കൗട്ട് ആവില്ല. എടാന്ന് വിളിച്ചാ പോടാ പുല്ലേന്ന് പറയും ഇപ്പോഴത്തെ ജോലിക്കാര്. അവരെ ഒരു മയത്തിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ. അവർക്ക് നമ്മളോട് മാനസികമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് തോന്നണം. അപ്പൊ അവര് നമുക്ക് വേണ്ടി കൂടുതൽ പണിയെടുക്കും. അപ്പോഴേ കൂടുതൽ റിസൾട്ട് കിട്ടൂ. ഏതോ ഒരു കസ്റ്റമർ എന്നെ ചെവി തിന്നാൻ വിളിക്കുന്നുണ്ട്. അതൊന്ന് പറഞ്ഞു ഒതുക്കിയിട്ട് ഞാനിപ്പോ വരാം. അല്ല പാർവതി, എന്തേ കാണിക്കുന്നത്? എടുത്താ പൊങ്ങാത്ത അത്രയും ഭാരം ഇയാൾ ഒറ്റയ്ക്കെതിരെ എടുക്കാൻ പോകുന്നത്. ഇതെല്ലാം കൃത്യസമയത്ത് എടുത്തുകൊണ്ട് പോയി അടുക്കി വെച്ചില്ലെങ്കിൽ കരുണാകരൻ സാർ വഴക്ക് പറയും. കുറച്ചായിട്ട് എടുത്തു വെച്ചാ പോരെ? വൈകിയാൽ എന്താ? ചീത്തയായി പോകുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ ഇത്. കുറച്ചായിട്ട് എടുത്തോണ്ട് വെച്ചാ ജോലി ചെയ്യാൻ മടിയാണെന്ന് പറഞ്ഞ് അതിനും കരുണാകരൻ സാർ വഴക്ക് പറയും. പാർവതി, കരുണാകരൻ സാർ പറയുന്നതൊന്നും അതേപടി അനുസരിക്കണമെന്നൊന്നുമില്ല. പാർവതിക്ക് ചുമക്കാൻ കഴിയുന്ന ഭാരത്തിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ ഒറ്റയടിക്ക് ചുമക്കാൻ കരുണാകരൻ സാർ പറഞ്ഞാലും പറ്റില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പാർവതിക്കുണ്ട്. കാരണം പാർവതി ഇവിടുത്തെ ജോലിക്കാരിയാണ്, അല്ലാതെ ആരുടെ അടിമയല്ലല്ലോ. ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസറാണ്. പാർവതി ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. പാർവതിക്ക് ചുമക്കാൻ കഴിയുന്ന ഭാരം മാത്രം ചുമന്നാ മതി. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ജോലിയാണെങ്കിൽ മാത്രം ഒറ്റയ്ക്ക് ചെയ്യുക. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നങ്ങ് തുറന്നു പറയുക. കരുണാകരൻ സാർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണെന്നങ്ങ് പറഞ്ഞാൽ മതി. അയ്യോ അല്ല സർ, ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ നന്ദൻ, എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാർ. ഒറ്റയടിക്ക് ഇത്രയും ഭാരം ചുമക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പാർവതിയോട് പറയായിരുന്നു. പാർവതി പോലെ ഒരു പെൺകുട്ടിക്ക് ചുമക്കാൻ കഴിയുന്ന ഭാരത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ഇത് ചെയ്യാൻ ഇവിടെ ഇവള് മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി മാത്രം വേറൊരാളെ ജോലിക്ക് വയ്ക്കാൻ കഴിയുമോ? മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരെ നന്ദൻ മടിയന്മാരാക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സാർ, മറ്റ് ഗാർമെന്റ്സിലൊക്കെ ഒന്ന് പോയി നോക്ക്. അവരൊക്കെ കുറെ അഡ്വാൻസ്ഡ് ആയി. തലയിൽ ചുമടുമായിട്ട് നടക്കുന്ന ജോലിക്കാരെ വേറെ ഒരു ഗാർമെന്റ്സിലും സാറിന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണം സാറേ. കൊടുക്കുന്ന ശമ്പളത്തിനുള്ള ജോലിയാ ഞാൻ ചെയ്യിപ്പിക്കുന്നത്. നന്ദൻ എന്റെ താഴെയാ. എന്റെ തലേ കയറി ഇരുന്ന് ഭരിക്കാൻ നോക്കരുത്. ഞാൻ ആരെയും ഭരിക്കാറില്ല സാർ. അതെന്റെ ജോലിയോ അല്ല. ഞാൻ എന്റെ ജോലി മാത്രമേ ചെയ്യാറുള്ളൂ. പാർവതി, എടുക്കാൻ കഴിയുന്ന ഭാരം മാത്രം എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുത്താൽ മതി. അതിവിടെ എത്തിക്കാൻ 5 മിനിറ്റ് വൈകിയെന്ന് വെച്ച് കമ്പനിക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അയ്യോ സർ, അത് പാർവതി ആരും വഴക്ക് പറയില്ല. ഞാനല്ലേ പറയുന്നത്. എടുക്കാൻ കഴിയുന്നത് മാത്രം എടുത്തുകൊണ്ട് വരും. ഇവനെ ചവിട്ടി പുറത്താക്കേണ്ട എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഏതറ്റം വരെ പോകുന്നു നമുക്ക് നോക്കാം.